ഹായ്, ഇന്ന് നമ്മൾ റോ സിൽക്ക് ഫാബ്രിക്കിലെ രണ്ട് അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് കാണിക്കുന്നത്. രണ്ട് പ്രൈസ് റേഞ്ചിലുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട്. രണ്ടും 4 ഷെയ്ഡ്സ് വീതമാണുള്ളത്. അത് ഫാബ്രിക്കിൽ ചെറിയ വേരിയേഷൻ, ഫാബ്രിക്കിൽ ഏകദേശം സെയിം ആണ്, പക്ഷെ നമ്മളെ വർക്കിലുള്ളതും അതേപോലെ ദുപ്പട്ടൻ്റെ വർക്കിലും തമ്മിലുള്ള ചെറിയ വേരിയേഷൻ കാരണമുള്ള പ്രൈസ് വ്യത്യാസമാണ്. ഒന്ന് 2560 റേഞ്ചിലും ഒന്ന് 2460 റേഞ്ചിലുള്ള ആ ഒരു വേരിയേഷൻ. ഫസ്റ്റ് 2560 രൂപ റേഞ്ചിലുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് പാറ്റേൺ. ഇത് യോക്ക്. ഇവിടെ ഫുൾ വർക്കാണ് ചെയ്തിട്ടുള്ളത്, ഫുൾ ത്രെഡ് വർക്കാണ്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഹെം ലൈനിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു പട്ട, ഇങ്ങനെ ബാക്ക് പോർഷൻ. ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ്, സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനാണ് ഹൈലൈറ്റ്. ഇങ്ങനെ വരും സ്ലീവിന്, ഇങ്ങനെ കൊടുക്കാം. നമ്മൾ ഒരു സ്ലീവ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അത് കുറച്ച് കയറ്റി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതാക്കാം, ഡിപ്പെൻസ്. ഇങ്ങനെ വരും. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ബോട്ടം. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, പ്ലെയിൻ ബോട്ടം. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും. നല്ല ഒരു ഫെസ്റ്റിവലിനൊക്കെ പറ്റിയ ഐറ്റമാണ്. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് കേട്ടോ. ഈ വീവിങ് ഇതൊക്കെ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വരും. ഇതിൽ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു പച്ച, നല്ല ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ നേരത്തെ നമ്മൾ സ്ലീവിന് ആ ഒരു ജസ്റ്റ് ഒരു ഇതില്ലായിരുന്നു, ഇത് ജസ്റ്റ് സ്ലീവിന് അവർ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കീറൽ കാണുന്നത്. ഇങ്ങനെ വരും സ്ലീവ്. ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാഞ്ഞ്. ഇതിങ്ങനെ ഇങ്ങനെ വരും സ്ലീവിന്. ക്ലോത്ത് വൈസ് ആണെങ്കിലും ഇതിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോഴും ഒരു വേർത്തി പീസാണിത്. ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരും. ഇത് കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് എല്ലാത്തിൻ്റെ ഉള്ളത്. ഇത് ചെയ്ത് വരുമ്പോൾ അടിപൊളിയാണ്. ഇങ്ങനെ വരും. ഈ ദുപ്പട്ടയിൽ വരുന്ന ഷെയ്ഡ്സ് നമ്മുടെ ഈ യോക്ക് പോർഷനിലെ വർക്കിൽ ജസ്റ്റ് ആ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ പാറ്റേണിലുള്ള ത്രെഡ് ജസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ദുപ്പട്ടൻ്റെ 4 എൻഡിലും ടാസൽസ് ഉണ്ട്. അടുത്തതും നല്ല അടിപൊളി കളറ്. ഇങ്ങനെ വരും. യോക്ക് പോർഷനിലെ വർക്ക് നല്ല കണ്ടോ, സോഫ്റ്റ് മെറ്റീരിയലാണിത്. സ്ലീവ് ഇങ്ങനെ വരും. സ്ലീവിൻ്റെ പാറ്റേൺ അതിൻ്റെ ചെയ്തെടുത്ത വൃത്തിയാണ്. ഇതിൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ ഈ അടിഭാഗമൊക്കെ കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഈ അടിഭാഗത്ത് കണ്ടോ, ഇത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ബോട്ടം. ദുപ്പട്ട അങ്ങനെ വരും. ദുപ്പട്ട കാണുന്ന പോലെ അത്ര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ.
അതായത് ടോപ്പും ബോട്ടം വളരെ സോഫ്റ്റാണ്. ദുപ്പട്ടക്ക് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ ഭയങ്കര വർക്ക് ഉണ്ടെന്ന് തോന്നും. ഈ ഒരു സൈഡിൽ കുറച്ചൊരു വെയിറ്റ് ഉണ്ട്, ബാക്കിയൊന്നുമില്ല. ഈ വീവിങ്ങും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിന് നല്ലൊരു പീസാണിത്. ഈ പ്രൈസ് റേഞ്ചിൽ അവസാനം പ്രൈസ് റേഞ്ചിൽ ഒരു 100 രൂപേൻ്റെ വ്യത്യാസമാണ്. പക്ഷേ അത് നമുക്ക് ക്ലോത്ത് തൊടുമ്പോൾ മനസ്സിലാവും കേട്ടോ, ആ ഒരു സോഫ്റ്റ് അതിൻ്റെ വർക്കിൻ്റെ വ്യത്യാസമൊക്കെ. ഇത് വേറൊരു പച്ച, ഈ തുണിൻ്റെ അത് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. ഇതിൽ കൊടുത്ത ഗ്രീനിൽ തന്നെ ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ മാങ്ങാപ്പുള്ളി എന്ന് പറയില്ലേ, അതൊക്കെ എല്ലാത്തിലും ഉണ്ട്. നല്ല ഭംഗിയുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണത്. ഇങ്ങനെ വരും. സ്ലീവിൻ്റെ വർക്ക് എല്ലാത്തിലും ഡിഫറെൻ്റ് ആണ് കേട്ടോ, ഓരോന്നിലും ഇതിങ്ങനെ വരും. ബോട്ടം പ്ലെയിൻ ബോട്ടം, ദുപ്പട്ട അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 2560. അടുത്ത് നമ്മൾ 2460 റേഞ്ചിലുള്ളത്. അതിൻ്റെ ദുപ്പട്ടക്ക് അതേപോലെ തന്നെ നമ്മളെ സ്ലീവിനുള്ള വർക്കിനും ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡിൽ. ഞാൻ ഏതോ ഒരു വീഡിയോ ഒക്കെ പറയണത് ദുപ്പട്ടൻ്റെ ആ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. ഒരു മോഡൽ സിൽക്കിലെ ഗ്രീൻ ദുപ്പട്ടൊക്കെയാണ് ബ്ലാക്ക് എന്നങ്ങാണ്ട് പറയുന്നുണ്ട്. സോറി ഫോർ ദാറ്റ്. അത് ഞാൻ എങ്ങനെയോ അറിയാതെ പറഞ്ഞതാവും. ഇതിൽ കണ്ടോ, നമ്മുടെ യോക്ക് പോർഷനിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ സ്ലീവ് പോർഷൻ ഇങ്ങനെ വരും. ഫുള്ളി ത്രെഡ് ഇങ്ങനെ വരും. ഇനി ബോട്ടം പ്ലെയിൻ ബോട്ടം, ദുപ്പട്ടയാണ് താരം. ഇങ്ങനെ വരും. അടുത്തത് ഒരു ചിക്കു ഷെയ്ഡിൽ. എന്ത് സോഫ്റ്റാണെന്നറിയോ ഈ മെറ്റീരിയൽ. ലൈനിങ് വെച്ച് തയ്ക്കണം കേട്ടോ. ലൈനിങ് വെച്ച് തയ്ച്ചാൽ നല്ല ലാസ്റ്റ് ചെയ്യും. അല്ലാണ്ട് തയ്ച്ചാൽ എല്ലാവരും ഓപ്റ്റ് ചെയ്യും എനിക്കറിയില്ല. പക്ഷേ ലൈനിങ് വെച്ച് തയ്ക്കുന്നതാണ് എപ്പോഴും ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. ഇതിൻ്റെ യോക്ക് പോർഷനിലെ വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, സ്ലീവിൻ്റെ വർക്ക് ഇങ്ങനെ വരും. ബോട്ടം പ്ലെയിൻ ബോട്ടം, ദുപ്പട്ട വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ. അടുത്ത ഷെയ്ഡ് റെഡിൽ. ഏത് ഷെയ്ഡാണ് ഭംഗിയില്ലാത്തതെന്ന് ചോദിച്ചാൽ മതി, എല്ലാം ഭംഗിയുണ്ട്. ഈ ക്ലോത്താണ് അധികം ഇഷ്ടമായത്. നല്ല സോഫ്റ്റായിട്ടുള്ള ക്ലോത്ത്. ഇത് നെക്ക്, റൗണ്ട് നെക്ക്. അത് ഓൾറെഡി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനുള്ള വർക്ക് എല്ലാത്തിലും വർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ.
ഇത് സ്ലീവിൻ്റെ പോർഷൻ. ഇത് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അല്ല സ്ലീവിന് അത് മൊത്തത്തിൽ അത് സ്ലീവിൻ്റെ ആ ഒരു അതും യോക്ക് പോർഷനിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക്, അതായത് സൈഡ് ഷോൾഡറിനവർക്ക് കുഴപ്പമില്ല, അല്ലാണ്ട് ചെയ്യുമ്പോൾ കാണില്ല. പക്ഷേ ഈ സ്ലീവിൻ്റെ വർക്കും ആ ദുപ്പട്ടയൊക്കെ കൂടി ഇടുമ്പോൾ നല്ല പീസാണിത്. ഇതിൻ്റെ ബോട്ടം പ്ലെയിൻ ബോട്ടം, എല്ലാത്തിനും പ്ലെയിൻ ബോട്ടമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ യോക്ക് പോർഷനിൽ നമ്മുടെ ദുപ്പട്ടൻ്റെ ആ ഒരു കളേഴ്സിൽ വെച്ചിട്ട്, ഇതിലിപ്പോൾ യെല്ലോ ആണ് ദുപ്പട്ട, അപ്പോൾ അതിൽ വെച്ചിട്ടുള്ള ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ത്രെഡ്സ് വെച്ചിട്ട് നമ്മുടെ യോക്ക് പോർഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഇതതിൻ്റെ ഉൾഭാഗമാണ്, അതായത് ചെയ്ത ഭാഗം, വീവിങ്ങിൻ്റെ ഒരു. ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് ഭൂരിഭാഗം ആളുകളുടെയും ഫേവറേറ്റ് ഷെയ്ഡായ യെല്ലോ ഷെയ്ഡ്. എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. യോക്ക് പോർഷനിൽ അതിനേക്കാൾ ഭംഗി സ്ലീവിൻ്റെ പോർഷൻ. പ്ലെയിൻ ബോട്ടം, ദുപ്പട്ട അങ്ങനെ വരും. ചെയ്താലുള്ള ഭംഗി ഞാനിങ്ങനെ കൂടെ പറയണ്ട, പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. കോമ്പിനേഷനാണ്, എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന പീസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.